Hi friends, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു CNC അതായത് ഒരു ഡ്രോയിങ് മെഷീൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വരയ്ക്കുന്ന മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വരയ്ക്കുന്ന റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശകല ക്വാളിറ്റി കുറവായിരിക്കും ആ വീഡിയോയ്ക്ക്, കാരണം ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഈ ഒരു CNC ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിലോട്ട് എന്ത് പടം ചെയ്തു കൊടുക്കും അത് പേന കൊണ്ട് പേപ്പറിൽ ആ ഒരു റോബോട്ട് വരച്ചു തരും. അതാണ് ഞാൻ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അർഡിനോ വെച്ച് ചെയ്തൊരു ഇതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതെങ്ങനെ ഉണ്ടാക്കണം, സ്കൂൾ പ്രോജക്റ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടിപൊളി സാധനമാണ്. നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു അർഡിനോ ബോർഡിൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പേനയാണ്. അപ്പോൾ അതാ ഒരു ഇതിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഏത് പടമാണോ നമുക്ക് വരയ്ക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ റോബോട്ട് അത് വരച്ച് തരും. അപ്പോൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ യൂട്യൂബ് എന്ന് എഴുതാനാണ്. അപ്പോൾ അതിപ്പോൾ എഴുതി തരും. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും അത് എഴുതിയതാണ്. അപ്പോൾ ഇപ്പം എഴുതുന്ന ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ് ആക്കണമെന്നുണ്ട്, പക്ഷേ ഇതിപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട്. എന്നാലും നമ്മുടെ ഹാൻഡ് മെയ്ഡാണ്, ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഒന്നുപോലും നമ്മൾ വേറെ എല്ലാ പാർട്സ് വാങ്ങിച്ച് ചെയ്തതല്ല. പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കൈ കൊണ്ട് വരച്ച പോലത്തെ ഫോട്ടോകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് രൂപം വേണമെങ്കിലും നമുക്കിത് വെച്ച് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പടം വരച്ച് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. നമ്മുടെ കൊച്ചു TV-ലാണ് കണ്ടുള്ള ഹീമാൻ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം അതിനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും. കുറച്ച് ടൈം എടുക്കും വരയ്ക്കാൻ, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് വരച്ച് തരും. ഓക്കെ, ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇതിനായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ 2 CD ഡ്രൈവാണ്. അതായത് നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറിൽ വരുന്ന CD ഡ്രൈവാണ് നമുക്ക് ആവശ്യം, കമ്പ്യൂട്ടറിലാണ് ആവശ്യം. ഓക്കെ, അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 എണ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു കവറൊക്കെ കളഞ്ഞതിന് ശേഷം, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ലേസർ ഓടുന്ന ആ ഒരു മെക്കാനിസമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു മോട്ടറും ആ ഒരു റെയിലുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു മെക്കാനിസമാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്ക് ഈ ഒരു മോട്ടറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇളക്കി കളയാം. ഓക്കെ, ഈ ഒരു മെക്കാനിസമാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പർ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അല്ലാതെ സ്റ്റെപ്പർ മോട്ടർ നമ്മൾ വാങ്ങിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ നമ്മളത് അതിൻ്റെ ആ ഒരു കവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കവറാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസായിട്ട് വയ്ക്കാൻ പോകുന്നത്. ആ ഒരു കവർ ഇങ്ങനെ ഡ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മുടെ ഒരു CD ഡ്രൈവർ X ആക്സിസിലും ഒരു CD ഡ്രൈവർ Y ആക്സിസിലും വെക്കണം. എന്നിട്ട് അതായത് ഇങ്ങനെ മുകളിലും താഴെയായിട്ട് വെക്കണം. എന്നിട്ട് 4 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 4 ഹോൾ അവിടെ ഇടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങൾക്ക് ഏതിലാണോ ചെയ്യാം, തടിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രില്ലർ വെച്ച് 4 ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ ബാക്കി കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കാതിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ 4 ഹോൾ ഇടണം. അപ്പോൾ ഇപ്പോൾ തകിടായതുകൊണ്ട് ഭയങ്കര പാടാണ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളങ്ങനെ 4 ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു CD ഡ്രൈവർ നമ്മൾ ഇതുപോലത്തെ 2 എണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു CD ഡ്രൈവർ നമുക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൊക്കം കൊടുക്കണം, കാരണം ഇത് മൂവ് ആവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പൊക്കം കൊടുക്കണം.
പിന്നെ ഒരു കാര്യം, നമ്മുടെ ആ ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ അവിടെ ഒരു 4 സോൾഡറിങ് ഉണ്ട്. അത് നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം. 4 വയറ് അതിൻ്റെ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പം അത് പൊതുവേ ഒരു ആൾ കാണുമ്പോൾ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വേണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഇതുപോലെ കുറച്ച് പൊക്കത്തിന് വേണ്ടി ഇതുപോലെ ചെയ്തിട്ട് വാഷറൊക്കെ ഇട്ട് പൊക്കി വെച്ചേക്കുകയാണ്. അതിന് മേളിലാണ് നമുക്ക് ഈ ഒരു CD ഡ്രൈവർ ഇങ്ങനെ ഇടേണ്ടത്. ഓക്കെ, അതിൻ്റെ മേളിലേക്കാണ് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്നത് സർക്യൂട്ടാണ്. സർക്യൂട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രീതിയിലുള്ള ഒരിത് വരും. അപ്പോൾ ഇത് കറക്റ്റാണ് നോക്കണം. നമുക്ക് ആ ഒരു ലെവൽ മീറ്റർ വെച്ച് എന്നാലേ നമ്മുടെ ആ ഒരു പടം വരയ്ക്കുന്നത് കറക്റ്റ് അലൈൻമെൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ കറക്റ്റ് അളവും ബാക്കി കാര്യങ്ങളാണ്. കണക്കാണെങ്കിൽ മെയിനായിട്ടും വരുന്നത്. എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ അത് വർക്കാവും. പക്ഷേ നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു പടം വരത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പടം വരയ്ക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ അത്രയ്ക്കധികം സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്. പല വീഡിയോസിലും അവർ ചെയ്യുന്നതെന്ന് പറയുമ്പം ഇതിൻ്റെ കിറ്റ് അവൈലബിൾ ആണ്. അതായത് എല്ലാം പാർട്സ്, പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ച് അസംബിൾ ചെയ്താൽ മതി. പക്ഷേ നമ്മളിത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു പാർട്ട് പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മേളിലായിട്ട് നമ്മൾ വെച്ച് ഇനി താഴെയായിട്ട് നമുക്കൊരു CD ഡ്രൈവും കൂടെ വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് 4 ഹോള് നമ്മൾ ഡ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു 4 നീളം കൂടിയ നട്ടും ബോൾട്ടും ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ അതുപോലെ മേളിൽ ചെയ്തതുപോലെ തന്നെയാണ്. കുറച്ച് പൊക്കത്തിൽ നമ്മൾ വാഷർ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ CD ഡ്രൈവ് അതിൻ്റെ മേളിലായിട്ട് വെക്കണം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ ഫുൾ മേക്കിംഗ് പ്രോസസ്സ് കാണിക്കാത്തതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, രണ്ടാമത്തെ CD ഡ്രൈവ് ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 വയർ നമ്മൾ ആ ഒരു സ്റ്റെപ്പർ മോട്ടറിൽ നിന്ന് സോൾഡർ ചെയ്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മളിത് മൂവ് ചെയ്യുന്ന സാധനമായിട്ട് അത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈറ്റിന് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ മേളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. ആ ഒരു പ്ലേറ്റിന് കുറച്ച് പൊക്കം കിട്ടാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു തടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളവിടെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഗ്ലൂ ചെയ്ത് വെക്കുകയാണിത്. ഓക്കെ, അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അക്രിലിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എന്തായിരുന്നാലും PCB ബോർഡായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് അലൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഈ ഒരു ഇത് മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി തട്ടരുത്. ആ രീതിയിൽ കറക്റ്റ് അലൈൻമെൻറ്റിന് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് വെച്ച് നോക്കണം നമ്മുടെ പേന കറക്റ്റായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ശകലം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ചെറിയ ഒരു ആ ഒരു അക്രിലിക് ഷീറ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. കാരണം അത് ഇളവി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മൂവ് ആവുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇളവി പോവും. നല്ല രീതിയിൽ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ പടമൊക്കെ പെർഫെക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മേളിലായിട്ട് പേന വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെക്കാനിസം ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് സെർവോ മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇത് ഓരോ ആഴ്ച എടുത്താണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള പാടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ അതേ ഒരു തടി പീസ് എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മേളത്തെ ഡ്രൈവറിൽ വെച്ച് കൊടുക്കുക. മേളിലാണ് നമ്മുടെ പേന വരുന്നത്. ഓക്കെ, പേന മെക്കാനിസം മുകളിലോട്ടും താഴോട്ടും ആവുന്നതിനാണ് നമ്മൾ സെർവോ മോട്ടർ വയ്ക്കുന്നത്. പിന്നെ ഇത്രയും മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ആവത്തില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് വരും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതായത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ CD ഡ്രൈവറിൽ നമ്മൾ മുറിച്ചെടുത്ത ഒരു മെക്കാനിസമാണ്. അതായത് താഴെയും മേളിലോട്ടും പോകാനുള്ള ഒരു മെക്കാനിസമാണ്. അത് ഈ സെർവോ മോട്ടോർ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മേളിലോട്ടും താഴോട്ടും പോകും, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മളെല്ലാം സർക്യൂട്ട് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പടമായിട്ടൊന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ എഴുതുന്നതെന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഇപ്പോൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാം എഴുതാനും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ പ്രോജക്റ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഫസ്റ്റ് തന്നെ കിട്ടും. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് കാണിച്ചു തരാം. നല്ല രീതിയിൽ പെർഫെക്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ വരും. നമ്മളൊരു കിറ്റൊന്നും വാങ്ങിച്ചല്ല ചെയ്ത, എല്ലാം നമ്മളെ കൈ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം പടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കട്ടി അനുസരിച്ചിരിക്കും നമ്മൾ ഈ എടുക്കുന്ന സമയം. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടെല്ലാം വരച്ച് തരും. ഇതിന് നമ്മൾ പവർ കൊടുത്തിരിക്കുന്ന USB വഴിയാണ്. 2 USB കേബിൾ വെച്ചാണ് പവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരച്ചത് ഗണപതിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.